ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 269. നമ്മൾ 59ാമത്തെ ഉപനിഷത്തായിട്ട് തൈത്തിരീയ ഉപനിഷത്താണ് നോക്കുന്നത്. അതിൽ ശിക്ഷാവല്ലിയിലെ 8ാമത്തെ അനുഭാഗമാണ്. ഇതിൽ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും രണ്ടുപേരും അനുഷ്ഠിക്കേണ്ടതായ ചില കാര്യങ്ങളാണ് പറയുന്നത്. അത് വേദങ്ങൾ, ഒരു സയൻസ് ശാസ്ത്രം പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യമെല്ലാമാണ് കുറച്ചും കൂടി എടുത്ത് പറയുന്നത്. അപ്പം എന്താണ് നമുക്ക് പറയുന്നത് നോക്കാം. ഈ മന്ത്രത്തിൽ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ശാസ്ത്രങ്ങൾ നിർദ്ദേശിച്ച മാർഗത്തിൽ കൂടി സ്വയം നീങ്ങണമെന്ന് പറയുന്നു. ശാസ്ത്രം നിർദ്ദേശിച്ച വഴിയിൽ കൂടി നീങ്ങണം. അവനവനെ തോന്നുന്ന മാതിരി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ പോരാ. പഠിക്കുന്നവരായാലും പഠിപ്പിക്കുന്നവരായാലും ശാസ്ത്രങ്ങൾ നിർദ്ദേശിച്ച വഴിയിൽ, പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും എല്ലാം ഒരു രീതിയുണ്ട്. ആ രീതിയിൽ തന്നെ അവർ പോകണം. ശാസ്ത്രീയമായി പഠിപ്പിക്കണം. ഇപ്പം ഇത് ഉപദേശം നൽകുന്നവർക്കും ഉപദേശം കേൾക്കുന്നവർക്കും ബാധകമാണ്. എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നവർക്കും ഇത് ബാധകമാണ്. ചെയ്യുന്നത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. ശാസ്ത്ര അധ്യയനം കൊണ്ട്, അങ്ങനെ ശാസ്ത്രം പഠിക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മനുഷ്യന് എന്താണ് ഗുണം? സ്വന്തം കർത്തവ്യങ്ങളെപ്പറ്റി നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, ഒരു കാര്യം ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ കർത്തവ്യം എന്താണ്, പിന്നെയോ അവയുടെ വിധികൾ, അതെങ്ങനെ ചെയ്യണം. ഇപ്പം നമുക്ക് ഇപ്പം രാവിലെ അടുക്കളയിൽ കയറുന്നവരാണെങ്കിൽ അവരുടെ കർത്തവ്യം എന്താണ്? രാവിലെ തന്നെ ചായ കൂട്ടുക, ഭക്ഷണം, ദോശ ഇടുക, ഇതെല്ലാം തന്നെയാണ് കർത്തവ്യം. ഓരോക്കും ഓരോ കർത്തവ്യമുണ്ട്. പക്ഷെ ആ ചായ ഉണ്ടാക്കുന്നതിനും ദോശ ഇടാനും ദോശ എങ്ങനെ ചുടണം എന്നെല്ലാം അറിയണം. അതുപോലെ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആദ്യം നമ്മുടെ കർത്തവ്യം എന്താണ്, അത് നമ്മൾ ചെയ്യേണ്ടതാണോ? എല്ലാ കർമ്മങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ വിധിച്ചിട്ടുള്ള, നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥമായ കർമ്മങ്ങളുണ്ട്. അതാണ് നമ്മുടെ കർത്തവ്യങ്ങൾ. ആ കർത്തവ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെയോ അവയുടെ വിധികൾ, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അതിൻ്റെ പിന്നിലെല്ലാം ഒരു സയൻസ് ഉണ്ടാവും. ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വേണം വിധികൾ. ഇവിടെ പഠിക്കുന്ന ആളുടെ കർത്തവ്യം എന്താണ്? പഠിക്കുക. പഠിപ്പിക്കുന്ന ആളുടെ കർത്തവ്യം എന്താണ്? പഠിപ്പിക്കുക. അപ്പോൾ എങ്ങനെ പഠിപ്പിക്കണം? അവയുടെ വിധികൾ എങ്ങനെ പഠിപ്പിക്കണം? എന്താണ് അവന് പഠിപ്പിക്കേണ്ട? ആ പ്രായത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ ക്ലാസ്സിനനുസരിച്ചിട്ടുള്ളതാണ് പഠിപ്പിക്കേണ്ടത്. പിന്നെയോ അവയുടെ ഫലങ്ങൾ, അത് പഠിച്ചാൽ എന്താണ് ഗുണം കിട്ടുക? വെറുതെ പഠിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തിനു വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് എന്ത് ഫലമാണ് അവന് കിട്ടാൻ പോകുന്നത്? മുതലാവിയുടെ ജ്ഞാനം ലഭിക്കുന്നു. ഇതിനെപ്പറ്റിയുള്ള അറിവാണ് ലഭിക്കുന്നത് പഠിക്കുന്നതിലൂടെയും പഠിപ്പിക്കുന്നതിലൂടെയും. അതിനാൽ ഇതനുഷ്ഠിച്ചുകൊണ്ട്, അപ്പം അത് അങ്ങനെ അതിൻ്റെ ഫലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. അതോടുകൂടി തന്നെ സദാചാര പാലനം, നമ്മൾ സദാചാരം പാലിക്കണം. നമ്മൾ ഈ പഠിക്കുന്ന ജ്ഞാനമെല്ലാം നല്ല ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. പഠിച്ച ജ്ഞാനമെല്ലാം പലതരത്തിൽ ഉപയോഗിക്കാം. ജനങ്ങളെ ചൂഷണം ചെയ്ത് പൈസ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് സദാചാര പാലനം. സദാചാരം അത് പാലിക്കണം. പിന്നെയോ സത്യഭാഷണം, സത്യമേ പറയാൻ പാടുള്ളൂ. ഇപ്പം അതാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ, ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവർ ചെറിയ മരുന്നുകളെല്ലാം തരിക.
ഇനി വേറെ വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാലും കൊടുക്കുന്ന മരുന്ന് കണ്ടന്റ് ഇതെല്ലാം തന്നെയായിരിക്കും. പക്ഷെ അത് വേറെ പാക്കറ്റിൽ വേറെ കമ്പനികൾ ഉണ്ടാക്കുന്നതല്ലേ, അതിൻ്റെ വില അങ്ങ് കൂട്ടിയടിക്കും. വാങ്ങുന്ന ജനത്തിന് ഇതൊന്നും അറിയില്ല. രോഗികൾക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്നതന്നെ ₹1, പുറത്തുനിന്ന് വാങ്ങിയത് ₹100 ആവുക. ഭയങ്കര എന്തോ വലിയ വ്യത്യാസം. അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് എന്തായിരിക്കും? വലിയ വ്യത്യാസങ്ങളുണ്ട്. ചില മരുന്നുകളെല്ലാം ചെറിയ വിലയാണ്, പക്ഷെ വേറൊരു കമ്പനീൻ്റെ ആകുമ്പോൾ അതിൻ്റെ വില എത്രയോ മടങ്ങാണ്. അപ്പോൾ ഇതിലെല്ലാം കമ്മീഷൻ വരുന്നുണ്ട്. ഇതൊന്നും ഡോക്ടർമാർക്ക് അറിയാതെ കൊണ്ടല്ല. ഗവൺമെൻറ് ആശുപത്രിയിൽ ഇരിക്കുന്നവർ വെറുതെ ചുമ്മാ കുറച്ചെടുത്ത് കൊടുക്കുന്നൊന്നുമല്ല. അവിടെയും രോഗം മാറേണ്ട, അതേസമയം ശരിയായ വിലക്കുള്ള സാധനങ്ങൾ കൊടുക്കും. മറ്റേടത്തുള്ളാണെങ്കിൽ പിന്നെ അറിയാലോ, ഗവൺമെൻറ് ആശുപത്രിയിൽ പോയാലും ഡോക്ടറെ എത്രയോ ചികിത്സിക്കുന്നവരാണ്. എത്രയോ രോഗികൾ ഇതേ രോഗമായിട്ട് ദിവസവും വരുന്നവരായിരിക്കും അധികവും. അവരുടെ നോട്ടത്തിൽ തന്നെ രോഗം അറിയാം. പക്ഷേ ചിലയിടത്താണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യണം, ഇത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള. കാരണം ഈ ടെസ്റ്റിനെല്ലാം എത്രയാണ് വില ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ബെഡ് ഒഴിവുണ്ടൊക്കെ പിടിച്ചവിടെ കിടത്തുകയും ചെയ്യും. അപ്പം ഇതെല്ലാം ഒരു വിദ്യ നേടിയതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ്. നമ്മളെ വീട് വെക്കാൻ ഒരു പാർട്ടീനെ വിളിച്ചോളൂ, പ്രൈവറ്റായിട്ട് നമ്മൾ വീട് വെപ്പിക്കുകയാണ്. നമ്മൾ ഒരാളെ വിളിച്ച് ജോലി ചെയ്യിക്കുകയാണ്. അന്ന് ചെയ്യുന്ന കൂലി അപ്പം കൊടുക്കുകയാണ്, അല്ലാതെ കരാറൊന്നുമല്ല. അവർ ആദ്യം കുറേ ആത്മാർത്ഥമായി ചെയ്യും. പിന്നെ അവസാനം വീട് പണി തീരാനാവുമ്പോൾ പിന്നെ ഒരു കള്ളപ്പണിയുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ഉണ്ട്. ചിലർക്കെങ്കിലും അനുഭവം ഉണ്ടാവും. അപ്പോൾ അവർ തീർക്കില്ല. കാരണം വേറൊരു ജോലി കിട്ടുന്നത് വരെ ഇവർ അതിനെ അവിടെ ഇവിടെ നീട്ടി കൊണ്ടുപോകും. ഇതെല്ലാം വിദ്യ വെച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ സദാചാര പാലനം, സത്യഭാഷണം, സ്വധർമ്മപാലനം. എൻ്റെ ധർമ്മം എന്താണ്, അതിനനുസരിച്ച് നമ്മളത് ചെയ്യേണ്ടവരാണ്. അത് പാലിക്കുകയാണ് വേണ്ടത്. എൻ്റെ ധർമ്മം ഒരു ഡോക്ടറാണെങ്കിൽ ചികിത്സിക്കുകയാണ്, രോഗിക്ക് വേണ്ട ആശ്വാസം കൊടുക്കുക, ന്യായമായ മരുന്നുകൾ കൊടുക്കുക. അല്ലാതെ അതിൻ്റെ പേരിൽ അവനെ ചൂഷണം ചെയ്യുക, അതിനൊന്നും അർത്ഥമില്ല. നമ്മളെ ധർമ്മം എന്താണ്? ചികിത്സിക്കുക എന്നതല്ലാണ്, അല്ലാതെ മറ്റേ നോക്കണ്ട. സ്വധർമ്മപാലം മൂലമുള്ള കഷ്ടതകളും, അതുകൊണ്ട് ആ കഷ്ടതകളെല്ലാം ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. ഒരു ആശുപത്രിയിലെല്ലാം കയറി ഇരുന്ന് കഴിഞ്ഞാൽ പ്രൈവറ്റ് ആണെങ്കിൽ ഡോക്ടർമാർക്ക് ഒരു ലിമിറ്റേഷനെല്ലാം ഉണ്ട്. അവിടെയുള്ള ഹോസ്പിറ്റൽ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് നടത്തുന്ന ആൾ വിളിച്ചിട്ട് ചോദിക്കും, ഇതെല്ലാം ഞാൻ പിന്നെ ബെഡെല്ലാം വാങ്ങിയിട്ടിരിക്കുന്നതിന് വെറുതെയാണോ, നിങ്ങളെ കൊണ്ടൊന്നും ഫില്ല് ചെയ്യാൻ പറ്റൂല എന്ന് ചോദിക്കും. അപ്പം അതിൻ്റെ ഫലമായിട്ട് കുറേ കഷ്ടപ്പാടുമുണ്ട്. സത്യസന്ധതയിലൊന്നും പോകാൻ പറ്റൂല മനുഷ്യർ. കഷ്ടതകളും. പിന്നെ എന്ത് വേണം? അതിനായിക്കൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അപ്പം നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഇന്ദ്രിയങ്ങളെ നല്ലവണ്ണം നിയന്ത്രിക്കേണ്ടതുണ്ട്. പിന്നെയോ മനസ്സിനെ നിയന്ത്രിക്കണം. മനസ്സാണല്ലോ പ്രധാനം. നമ്മളെ കൊണ്ട് ഇതെല്ലാം പ്രേരിപ്പിക്കുന്ന ആരാണ്? മനസ്സാണ്. വേണ്ടാതെ ചെയ്യിപ്പിക്കാനുള്ള വാസന മനസ്സിന് വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് മനസ്സിനെയെല്ലാം നമ്മൾ നിയന്ത്രിക്കണം. അഗ്നിഹോത്രത്തിനായി അഗ്നി ജ്വലിപ്പിക്കണം. ഈ അഗ്നിഹോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ യജ്ഞങ്ങളും അഗ്നി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനാണ് അഗ്നിഹോത്രം എന്ന് പറയുന്നത്. അഗ്നി ജ്വലിപ്പിക്കണം. അഗ്നി ഉപയോഗിച്ചിട്ടാണ് യജ്ഞങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ചത് കൊണ്ട് അഗ്നിഹോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ അഗ്നി ജ്വലിപ്പിച്ചിട്ട് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കണം. പഠിച്ചതിനെ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കുക എന്നതാണ് അഗ്നിഹോത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നുണ്ട്. കുറേ കല്ലെല്ലാം കൂട്ടിയിട്ട് എല്ലാവരെയും വിളിച്ചെത്തിയിട്ട് അഗ്നിഹോത്രം. അതിനെക്കൊണ്ട് എന്ത് കാര്യം? വെറുതെ അവിടെ തീയിട്ടിട്ട് എന്ത് കാര്യം?
അഗ്നിഹോത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിച്ച വിദ്യകൾ അഗ്നിയിലൂടെ ഊർജത്തിൻ്റെ സഹായത്താലേ നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റും. ഒരു ചായ ഉണ്ടാക്കാൻ പഠിച്ചാലും ആ ചായ ഉണ്ടാക്കിൽ അഗ്നിഹോത്രം ചെയ്യണം, അതിൽ ഹവനം നടത്തണം. അഗ്നിയിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? നമ്മൾ ചായപ്പൊടിയും വെള്ളമെല്ലാം കൊടുക്കുന്നത്. എന്ത് പഠിച്ചാലും അത് പ്രയോഗിക്കണം, അല്ലാതെ വെറുതെ തലയിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല. അതിൻ്റെ കൂടെ പിന്നെ അതിഥികളെ സേവിക്കണം, എല്ലാവരോടും മനുഷ്യോചിതമായി പെരുമാറണം, എല്ലാവരും മനുഷ്യരായി കണ്ടുകൊണ്ട് പെരുമാറണം, എല്ലാത്തിലും മനുഷ്യരെ ദർശിക്കണം. അത് അതിലും വലിയ കഷ്ടമാണ്. എല്ലാവരും മനുഷ്യരെ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നവർ പിച്ചക്കാരനാണെങ്കിലും അവൻ മനുഷ്യനാണ്, ഞാനും മനുഷ്യനാണ്, വരുന്നവരെല്ലാം മനുഷ്യരാണ്. ആ ഒരു സമീപനത്തോടു കൂടി സമീപിക്കണം. അല്ലാതെ പണം നോക്കിയിട്ട് ജാതി മത ചിന്തകൾ വെച്ചിട്ടൊന്നും അല്ല അവിടെ ചികിത്സിക്കേണ്ടത്. എല്ലാവരും മനുഷ്യരായി കണ്ടുകൊണ്ട് ചികിത്സിക്കുക. ശാസ്ത്രവിധി പ്രകാരമുള്ള ഗർഭോത്പാദനം. അപ്പം നമ്മളെ കർമ്മങ്ങൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞു. പിന്നെ നമ്മുടെ വേറൊരു ധർമ്മം, പ്രധാനപ്പെട്ട ധർമ്മം എന്താണ്? ശാസ്ത്രവിധി പ്രകാരം കുട്ടികളെ ഉണ്ടാക്കുകയും ധർമ്മം തന്നെയാണ്. അതും നമ്മുടെ ജോലിയാണ്, ജീവിതത്തിന്റെ ഭാഗമാണ്. ഋതുകാലത്തിൽ നിയമപ്രകാരം സ്ത്രീ സംഭോഗം ചെയ്യുക, അതും ധർമ്മം തന്നെയാണ്. ഋതുകാലത്തിൽ നിയമപ്രകാരം സ്ത്രീ സംഭോഗം ചെയ്യുക. കുടുംബത്തെ വളർത്താനുള്ള ഉപായം സ്വീകരിക്കുക. കുടുംബത്തെ വളർത്താനുള്ള ഉപായങ്ങൾ, കുടുംബവും പോറ്റേണ്ട ആവശ്യമുണ്ട്. കുടുംബം ഉണ്ടായ പിള്ളേരെ ഉണ്ടാക്കിയിട്ട് വിട്ടാൽ പോരാല്ലോ, അവരെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. ഇതെല്ലാം ഭൗതികവാദികൾക്കാണ്, ആത്മീയവാദികൾക്കല്ല. ആത്മീയവാദികൾക്ക് എന്താണ്? എല്ലാം കറഞ്ഞു കെട്ടിട്ട് പോവുക. ഈ ലോകമായിട്ട് ഒരു ബന്ധവുമില്ല, നമുക്കങ്ങനെ പോകാൻ പറ്റില്ല. നമ്മൾ ജനിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യാനാണ്. അപ്പം നമ്മളിത് ചെയ്തു കൊടുത്തേ പറ്റൂ. കർമ്മം ചെയ്തതിൽ പെടുന്നതിനാണ് കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കുക, അവരെ പോറ്റുക, നാളത്തേക്ക് വേണ്ട കുട്ടികളുടെ ഉണ്ടാക്കി തയ്യാറാക്കി കൊടുക്കുക. ഇതിനെല്ലാം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്തരം എല്ലാ ശ്രേഷ്ഠകർമ്മങ്ങളും അനുഷ്ഠിച്ച് ജീവിക്കുമ്പോൾ അധ്യാപകർ ഇതെല്ലാം സമുചിതമായി പാലിക്കണം. ഇതെല്ലാവരും സ്വീകരിക്കണം ഈ മാർഗങ്ങൾ. എന്നാൽ അധ്യാപകർ, പഠിപ്പിക്കുന്നവര് ഇത് ഏറ്റവും സമുചിതമായി ആചരിക്കണം. കുട്ടികളല്ല, കുട്ടികൾക്ക് ചിലതൊന്നും ഇപ്പം ആചരിക്കാൻ പറ്റൂലല്ലോ. കാരണം പഠിക്കുന്ന കാലത്ത് ഇത് പറ്റില്ല, പഠിച്ചു കഴിഞ്ഞാലുള്ള കാര്യമാണ് ഇത് പറഞ്ഞത്. പക്ഷെ എന്നാലും അധ്യാപകനായിരിക്കുന്നവന് കുറച്ച് അധികം ഉത്തരവാദിത്തമുണ്ട്. അവൻ ഇതെല്ലാം സദാചാരപരമായി സമുചിതമായി പാലിക്കണം. കാരണം അവരെ ശിഷ്യന്മാർ അനുകരിക്കും. കാരണം അധ്യാപകൻ എങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് നോക്കിക്കിട്ടാണ് കുട്ടികൾ പെരുമാറുന്നത്. അതുകൊണ്ട് അധ്യാപകനായാലും ഉപദേശിക്കുന്ന ആളായാലും അയാളത് ശരിയായ നിലയിൽ ഉപദേശിക്കുന്ന ആളായാലും, എന്തെങ്കിലും ഒരാൾ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾ അതെല്ലാം ശരിക്കനുഷ്ഠിക്കുന്ന വ്യക്തിയായിരിക്കണം. ഉപദേശിക്കുന്നവർ തോന്നുന്നവർ നടന്നു കഴിഞ്ഞാൽ പിന്നെ കേൾക്കുന്നവരുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് അവരെയാണ്, അധ്യാപകരെയാണ്, ഉപദേശിക്കുന്നവരെയാണ് ശിഷ്യന്മാർ അനുകരിക്കുന്നത്. സത്യശ്രവ മഹർഷി പറയുന്നത്, ഈ പറഞ്ഞ എല്ലാ കർമ്മങ്ങളിലും വെച്ച് സത്യം തന്നെ സർവശ്രേഷ്ഠം. ഇവിടെ എന്തെല്ലോ കർമ്മങ്ങൾ മനുഷ്യന് വിധിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ സത്യം തന്നെയാണ് സർവശ്രേഷ്ഠം. സത്യം എന്താണ്? സത്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ് സത്യം. അത് തന്നെയാണ് ജ്ഞാനം. അത് ഏതിലൂടെയാണ് വരിക? സത്യഭാഷണത്തിലൂടെയും സത്യ ദർശനത്തിലൂടെയും. ശരിയായ ജ്ഞാനം, ശരിയായ ശാസ്ത്രം,
അത് പറഞ്ഞു കൊടുക്കുക. അപ്പം സത്യഭാഷണം, സത്യദർശനം. കാരണം എല്ലാ കർമ്മവും സത്യഭാഷണത്തോടും സത്യദർശനത്തോടും ചെയ്താൽ മാത്രമേ യഥാർത്ഥ രൂപത്തോടു കൂടിയതായി തീരുകയുള്ളൂ, അതിൻ്റെ ഫലം പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും സത്യഭാഷണത്തോടും സത്യദർശനത്തോടും കൂടി ചെയ്യണം. ശരിയായ ദർശനത്തോടെ, അതായത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണ ജ്ഞാനത്തോടെ ഒരു കർമ്മം ചെയ്യണം. ഒരു ചോറ് വയ്ക്കുകയാണെങ്കിലും ഒരു ചായ വയ്ക്കുകയാണെങ്കിലും ശരിയായ മാർഗത്തിൽ ചെയ്യണം. സത്യഭാഷണം സയൻസ് പറയുന്ന അടിസ്ഥാനമാക്കി, സത്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്, അല്ലെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. ചായ പല തരത്തിൽ വെക്കാം. ചായ വെള്ളം എടുത്തിട്ട് അതിനകത്ത് ചായപ്പൊടി ഇട്ട് പാൽ ഒഴിച്ച് പഞ്ചസാര എല്ലാം ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഇന്നാ ചായ കുടിച്ചോ എന്ന് പറഞ്ഞാൽ കൊടുത്താൽ അതും ചായ തന്നെയാണ്. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ലഭിക്കില്ല. അതുകൊണ്ട് സത്യമാണ് ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് സത്യശ്രവ മഹർഷി പറയുന്നു എന്ന് പറയുകയാണ്. പക്ഷേ തപോനിത്യ മഹർഷി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വേറൊരു മഹർഷിൻ്റെ പേരാണ് തപോനിത്യ മഹർഷി. അദ്ദേഹം പറയുകയാണ് തപസ് തന്നെ പരമശ്രേഷ്ഠമായത്. തപസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലക്ഷ്യത്തിൽ ചെയ്യുന്ന കർമ്മത്തിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ചെയ്യുക. ചെയ്യുന്ന കർമ്മം തപസ് ചെയ്യുന്നതിന് ഏതോ ഒരു കാര്യത്തിന് വേണ്ടി, ആ കാര്യത്തിന് ചെയ്യുന്നതിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ചെയ്യുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം അങ്ങനെയോ ശ്രദ്ധയുള്ളവൻ എന്താണ് ആദ്യം ചെയ്യുക, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം ചിന്തിക്കുകയാണ് ചെയ്യുക. അപ്പം അതിൻ്റെ കൂടെ തന്നെ സത്യവും കയറി വരുന്നുണ്ട്, സത്യജ്ഞാനമെല്ലാം അതിൻ്റെ കൂടെ വരുന്നുണ്ട്. തപസ് ചെയ്യുക പറഞ്ഞാൽ അതിൻ്റെ ശരിയായ ABCD മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണ്. കാരണം തപസ്സിൽ നിന്നു തന്നെ സത്യഭാഷണാദി സമസ്ത ധർമ്മങ്ങളുടെയും പാലനം നടക്കുന്നു. അപ്പം നമ്മൾ തപസ് ചെയ്യാണ് ചെയ്യുന്നത്. വിദ്യ നേടുക എന്ന് പറയുന്നത്, ജ്ഞാനം നേടാൻ പോകുന്നത്, ഒരു കർമ്മം ചെയ്യുന്നതിനെക്കാട്ടി മുമ്പിൽ അതിനെപ്പറ്റി ഗാഠമായി ആലോചിച്ച് പിന്നെയുള്ള സമയം മുഴുവൻ അതിനു വേണ്ടി ശ്രമിക്കുന്നതാണ് തപസ്. അപ്പം അതിലെന്തുണ്ട്? സത്യഭാഷണമുണ്ട്, സത്യം കണ്ടെത്തലുമുണ്ട്, ജ്ഞാനം നേടലുമുണ്ട്. ജ്ഞാനം നേടാൻ തപസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആ ജ്ഞാനം എങ്ങനെ അത് സാധിപ്പിച്ചെടുക്കാം എന്നുള്ള ചിന്ത വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള സയൻസും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിലേക്ക് തന്നെ പോകും. നമുക്കിപ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കണം എന്നൊരു തോന്നിക്കഴിഞ്ഞാൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, എങ്ങനെയൊന്നും അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കി കുടിക്കണം. അപ്പം പിന്നെ നമ്മളെ ശ്രദ്ധ മുഴുവൻ എന്തായിരിക്കും? തപസ് എന്തായിരിക്കും? പിന്നെ ആ ഒരു ശ്രദ്ധയേ ഉള്ളൂ. അപ്പം നമ്മൾ അറിയുന്ന ആൾക്കാരോട് പോയി അന്വേഷിച്ച് അല്ലെങ്കിൽ നെറ്റിൽ തപ്പി നോക്കി ഏതെങ്കിലും വഴിയിൽ നമ്മളെ ശ്രദ്ധ അതിനെ ഉണ്ടാവും. എങ്ങനെയെങ്കിലും അത് മനസ്സിലാക്കി ആ ജ്ഞാനം നേടി അതിൻ്റെ മാർഗങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് സാധിപ്പിച്ചെടുക്കും. അത് തന്നെയാണ് തപസ്. അതിലൂടെ നേടുന്നത് തന്നെയാണ് സത്യഭാഷണവും ജ്ഞാനവും. സത്യം തന്നെയാണ് നേടുന്നത്. നാഗമുനിയുടെ അഭിപ്രായ പ്രകാരം പഠിക്കലും പഠിപ്പിക്കലും തന്നെ സർവശ്രേഷ്ഠം. വേറൊരാൾ പറയുകയാണ് പഠിക്കലും പഠിപ്പിക്കലുമാണ് സർവശ്രേഷ്ഠം. പഠിക്കലും പഠിപ്പിക്കലും ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ഒരു ചായ ഉണ്ടാക്കാൻ പഠിക്കലും പഠിപ്പിക്കലും. പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മാക്സിമത്തിലെത്തി. പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയാണ്. പഠിപ്പിക്കുന്നവന് എല്ലാ അറിവും വേണം. പഠിക്കലും പഠിപ്പിക്കലുമാണ് ഏറ്റവും സർവശ്രേഷ്ഠം എന്ന് പറയുമ്പോൾ പഠിക്കുക എന്ന് പറയുന്നത് ഒരു തപസ് തന്നെയാണ്. ഇപ്പോൾ ഓരോ ആളും ഓരോ തരത്തിൽ പറയും, അത്രയും അർത്ഥം കാണേണ്ടതുള്ളൂ. പക്ഷെ ഇതെല്ലാം അത്യാവശ്യമാണ്. കാരണം അതുതന്നെ തപസ്. പഠിക്കുകയും പഠിപ്പിക്കുകയും തന്നെയാണ് തപസ്. അപ്പം അതിലൂടെ ജ്ഞാനം ലഭിക്കുന്നത്, അതിലൂടെ നേടുന്നത് തന്നെയാണ്. പഠിക്കുകയും പഠിപ്പിക്കലൂടെയും കിട്ടുന്നതും ജ്ഞാനം തന്നെയാണ്. ഈ മഹർഷിമാരെല്ലാം പറയുന്നത് സത്യം തന്നെയാണ്. അതുകൊണ്ട് തപസ് ചെയ്യുക, അല്ലെങ്കിൽ സത്യം ജ്ഞാനം നേടുക,
പഠിക്കുക, പഠിപ്പിക്കുക, ഇതെല്ലാം തന്നെയാണ്, ഈ മൂന്നും സത്യം തന്നെയാണ്. കാരണം കർമ്മത്തിൽ ഈ മൂന്നും വലിയ പ്രാധാന്യമുണ്ട്. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിൽ ഈ മൂന്ന് കാര്യങ്ങൾക്കും വലിയ പ്രാധാന്യം ഉണ്ട്. ഏതൊരു കർമ്മം ചെയ്യുന്നുവോ അത് പഠന പാഠങ്ങളിൽ നിന്നും ലഭിക്കുന്ന ശാസ്ത്രജ്ഞാനത്തോടുകൂടി ജ്ഞാനത്തിന് അനുകൂലമായിരിക്കണം. നമ്മൾ എന്തൊരു കർമ്മം ചെയ്യുന്നതോ അത് പഠന പാഠങ്ങളിൽ നിന്നും ലഭിക്കുന്ന ജ്ഞാനത്തിന് അനുസരണമായിരിക്കണം. നമ്മൾ ചെയ്യുന്ന കർമ്മം അത് പഠിപ്പിക്കുന്ന വിഷയവുമായിട്ട് അനുസരണമായിരിക്കണം. ഉദാഹരണമായിട്ട് ചായ ഉണ്ടാക്കണമെങ്കിൽ ചായ ഉണ്ടാക്കേണ്ട ഒരു പാഠമുണ്ട്. എങ്ങനെ ചായ ഉണ്ടാക്കാമെന്നുള്ള വിഷയമുണ്ട്. ആ വിഷയത്തിൽ പറയുന്ന അനുസരിച്ച് വേണം നമ്മൾ കർമ്മം ചെയ്യാൻ. ഏത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിൽ ഉറച്ചു തന്നെ നിൽക്കണം. അങ്ങനെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പല പ്രതിബന്ധങ്ങളും ഉണ്ടാവും. അതിൽ വിട്ടുവീഴ്ച ചെയ്തുകൂടാ. ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് കുറേ പേർക്കുള്ളതാണ്, കുറച്ച് സമയം എടുക്കും. ഇപ്പം പാത്രത്തിൽ വെള്ളം വെച്ച് ഇനി തിളച്ചിട്ട് വേണം. പാഠത്തിൽ പറയുന്നത് എന്താണ്? തിളച്ച് കഴിയുമ്പോൾ ചായപ്പൊടി ഇടണം എന്നല്ലാണ്. അപ്പോഴേക്ക് അത്യാവശ്യമായിട്ട് എന്തോ വല്ല കാര്യം വന്നു. അപ്പോൾ ഇത് തിളക്കാൻ വേണ്ടി കാത്തു നിൽക്കാനൊന്നും കുറേ സമയം പിടിക്കും. അതിന് കാര്യമൊന്നുമില്ല. അപ്പോൾ ഏത് പ്രതിബന്ധങ്ങൾ, എന്തോ അത്യാവശ്യമായിട്ട് ആരോ പുറത്ത് വന്നിരിക്കുകയാണ് വീട്ടിൻ്റെ മുമ്പിൽ, അല്ലെ കോളിംഗ് ബെല്ല് കേൾക്കുകയാണ്, ഒരു പ്രതിബന്ധമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ചായ ഉണ്ടാക്കുന്നതിന് പ്രതിബന്ധമാണ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, തിളക്കുന്ന എല്ലാവരും തിളക്കട്ടെ. ചായപ്പൊടിയെല്ലാം എടുത്ത് അതിനകത്തിട്ട് പഞ്ചസാര അതിനകത്തിട്ട് പാലും എടുത്തിട്ട് അത് തിളക്കാൻ വേണ്ടുമ്പോഴേക്ക് നമുക്ക് പോയിട്ട് അയാളെല്ലാം സ്വീകരിച്ച് വിളിച്ചിരുത്തിയിട്ട് വന്ന് ചായ കൂട്ടാമെന്ന് വെക്കാൻ പാടില്ല. ഏത് പ്രതിബന്ധങ്ങളുണ്ടായാലും അതിൽ ഉറച്ചു തന്നെ നിൽക്കണം. ചെയ്യുന്ന പ്രവൃത്തി ശരിക്ക് ചെയ്യണം. അതിൽ വിട്ടുവീഴ്ച പാടില്ല. വിട്ടുവീഴ്ച പോയാൽ അത് ചായയല്ല, ശരിയായ ചായയാവില്ല. ഇപ്പം എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതാണ് തപസ് എന്നതുകൊണ്ട് അർത്ഥമാക്കിയത്. കൂടാതെ കർമ്മത്തിൽ സത്യഭാഷണപരമായ വിശേഷ ശ്രദ്ധയും ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ ശ്രദ്ധ ആ വിഷയത്തിൽ, ആ സയൻസിൽ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി, ആ ശാസ്ത്രതത്വത്തിൽ പഠിച്ച ആ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ അനുഷ്ഠിക്കുകയും വേണം. ചെയ്യുമ്പോൾ അത്രയും ശ്രദ്ധയുണ്ടാകണം. ആ ഒരു ജോലിയിൽ തന്നെ ശ്രദ്ധയുണ്ടാകണം. അങ്ങനെ ഉണ്ടാക്കുന്നത് ചായ തന്നെയായിരിക്കും. എന്ത് കർമ്മമായാലും അതിൻ്റെ ഫലം എന്തായിരിക്കും? നല്ലത് തന്നെ, പൂർണ്ണം തന്നെ ആയിരിക്കും. അപ്പം ഇതും ഗുരുവിനും പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കുമുള്ള നിർദ്ദേശമാണ്. ഇതെല്ലാം ശിക്ഷാവല്ലിയിൽ വരുന്ന കാര്യങ്ങളാണ്.